ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലോങ് ടേം റിവ്യൂ ആണ്. നത്തിങ് ഫോൺ 2A. അപ്പോൾ നത്തിങ് ഫോൺ നമുക്കറിയാം ഒരു ട്രെൻഡാണ് സൃഷ്ടിച്ചത്. ബാക്കിൽ LED ലൈറ്റ്സ് ഒക്കെ വെച്ച് നത്തിങ് ഫോൺ 1 ഇറങ്ങി, നത്തിങ് ഫോൺ 2 കഴിഞ്ഞ വർഷം ഇറങ്ങി, അത് കഴിഞ്ഞ് ഈ വർഷം ഇറങ്ങിയതാണ് നത്തിങ് ഫോൺ 2A. അപ്പോൾ ഇതൊരു A വേർഷൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം കുറച്ചും കൂടെ ബഡ്ജറ്റ് വേർഷനാണ്. ഇതിൻ്റെ വില അറൗണ്ട് 25,000 താഴെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാർഡ് ഓഫേഴ്സ് ഒക്കെ വെച്ചിട്ട് അറൗണ്ട് 22,000 ആണ് ഇതിൻ്റെ വില വരുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്തും നമ്മുടെ ബാക്കിൽ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഇത് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആണ്. ഇത് പവർ ചെയ്തിരിക്കുന്നത് Dimensity 7200 Pro ചിപ്പാണ്. അതിനൊപ്പം തന്നെ കുറച്ചും കൂടെ നമ്മുടെ നത്തിങ് ഫോൺ 1ലും 2ലും ഗ്ലാസ് ബോഡി വന്നെങ്കിൽ ഇവിടെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വരുന്നത്. അപ്പോൾ ചെറിയ കോസ്റ്റ് കട്ടിങ് ഉണ്ട്. പക്ഷേ എന്നാൽ നമുക്ക് ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വേണ്ടിയിട്ട് ഒരു നല്ല സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസും അതേപോലെ തന്നെ ഒരു ഡുവൽ 50 MP ക്യാമറയും, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പൊതുവെ ഈ സെഗ്മെൻറ്റിൽ 8 MP അൾട്രാ വൈഡ് ആണ് വരാറ്. എന്നാൽ ഇവിടെ 50 MP അൾട്രാ വൈഡ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ നത്തിങ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചാർജർ ഇല്ല ബോക്സിനകത്ത്. 45 വാട്ട് ചാർജിങ്ങേ സപ്പോർട്ടുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഡൗൺ സൈഡ്സും ഉണ്ട്. എന്നാൽ ഈ ഡിവൈസ് ഈ വിലയ്ക്ക് വേർത്ത് ആണോ എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഡീറ്റെയിൽഡ് എന്താ പറയുക ലോങ് ടേം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. ലോങ് ടേം എന്തുകൊണ്ടാണ് വെച്ചാൽ നത്തിങ് ഫോൺ ഇറങ്ങുമ്പോൾ പൊതുവേ അവർ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ക്യാമറയൊന്നും അത്ര ഒപ്റ്റിമൈസ്ഡ് ആവാറില്ല. ഓവർ പീരീഡ് ഓഫ് ടൈം അവർ ഒരുപാട് അപ്ഡേറ്റ്സ് ഇറക്കാറുണ്ട്. ഇൻഫാക്ട് ഇതിനും ഒരുപാട് അപ്ഡേറ്റ്സ് വന്നായിരുന്നു. ഫൈനലി നമ്മൾ കുറച്ച് ഒരു സ്റ്റേബിളായ ബിൽഡ്, അതേപോലെ ക്യാമറ പെർഫോമൻസ് എല്ലാം തന്നെ ഇമ്പ്രൂവ് ആയതിന് ശേഷമാണ് നമ്മൾ ഈ ലോങ് ടേം റിവ്യൂ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ നത്തിങ് അവരുടെ ഫോണിൽ എപ്പോഴും തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് ഇറക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നത്തിങ് ഫോൺ 2A ഒരു ലോങ് ടേം റിവ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജിലേക്ക് പോകാം. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാണ്. അതിനൊപ്പം തന്നെ ബാക്ക് സൈഡിൽ ഈ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ക്യാമറ യൂണിറ്റ് കുറച്ചൊന്ന് ഫ്ലഷ് ചെയ്തിട്ടാണ് നിൽക്കണമെങ്കിൽ എന്നാലും ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. ഒരു ഡ്യുവൽ ക്യാമറ, ഒരു കണ്ണിൻ്റെ ഒക്കെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു വ്യത്യസ്തമായ ഡിസൈൻ. പിന്നെ നമുക്കിവിടെ എന്താണ് ഇവിടെ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ട്. നത്തിങ്ങിൻ്റെ ബ്രാൻഡിങ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്ക്രൂസ് ഒക്കെ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഉണ്ടല്ലോ ആ നത്തിങ് ഫോണിൻ്റെ, അതന്നെ നത്തിങ് ഫോൺ 2A ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ഡിസൈനാണെന്ന് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ നല്ല മെറ്റീരിയലാണ്. ഇൻഫാക്ട് ഈവൻ ലോങ് ടേം ആയിട്ട് വലിയ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുണ്ടല്ലേ ഇതിൻ്റെ ബാക്ക് പാനലിൽ സ്ക്രാച്ച് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ സൈഡ് ആണെങ്കിലും ഫ്ലാറ്റ് പാനലാണ്. അഗെയിൻ ഇതൊരു വളരെ സ്ലിമ്മായ ഡിവൈസ് ഒന്നല്ല കേട്ടോ. 190 grams ഉണ്ട്. അപ്പോൾ സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഒന്നല്ല, എന്നാലും നല്ലൊരു ഇൻഹാൻഡ് ഫീലാന്ന് പറയും. ഒരു പ്രീമിയം ഡിവൈസിൻ്റെ ഒരു ഫീലുണ്ട്. എന്നാൽ പ്രീമിയം മെറ്റീരിയൽസ് ഒന്നല്ല, എന്നാലും കുഴപ്പമില്ലാത്ത ഒരു നല്ല. പിന്നെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിലും ബെസൽസ് ഒക്കെ വളരെ യൂണിഫോം ആണ്. ഈവൻ ബഡ്ജറ്റ് ഡിവൈസ് ആണെങ്കിൽ പോലും വളരെ യൂണിഫോം ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. പിന്നെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഡിസ്പ്ലേന് അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നാൽ ഭയങ്കര ഒരു പ്രീമിയം പാക്കേജ് ഒന്നും അല്ല ഓഫർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രൈസിന് വേർത്തായ ഒരു പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് ഡിസൈൻ ലാംഗ്വേജ്. ഇൻഫാക്ട് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് പ്ലാസ്റ്റിക്കാന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് സ്ക്രാച്ചസ് ഒന്നും കാര്യമായി ഒന്നും തന്നെ വീണിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം, ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ടും. അപ്പോൾ അത് നല്ലൊരു പോയിന്റ് ആയിട്ട് എടുത്ത് പറയേണ്ട. ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. നമുക്ക് അടുത്ത ഡിസ്പ്ലേയിലേക്ക് പോകാം. ഡിസ്പ്ലേയിൽ വരുന്ന നമുക്ക് ഒരു 120 Hz AMOLED പാനലാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 30 to 120 Hz സ്വിച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ അപ് ടു 1300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ്, അതായത് 1300 nits വരെ പീക്ക് ബ്രൈറ്റ്നസ് മാക്സിമം ആണ്. എന്നാൽ ഒരു ആവറേജ് ടിപ്പിക്കൽ യൂസേജിൽ 700 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. പീക്കല്ല, ആവറേജ് ബ്രൈറ്റ്നസ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്. പക്ഷേ എന്നാൽ ഡോൾബി അറ്റ്മോസ് അങ്ങനത്തെ ഡോൾബി വിഷൻ സപ്പോർട്ടോ അങ്ങനെയൊന്നുമില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടുണ്ട്. നല്ല സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ലതാണ്. AMOLED പാനൽ ആയതുകൊണ്ട് നല്ല എന്താ പറയുക റിഫ്രഷ് റേറ്റും അതേപോലെ ഡിസ്പ്ലേ ക്വാളിറ്റി മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും എനിക്ക് പരാതികളൊന്നുമില്ല. പിന്നെ ഡിസ്പ്ലേയിൽ ഇതേപോലെ സ്ക്രാച്ചസ് ഒന്നും വേണ്ടിയിട്ടില്ല. അതേപോലെ സ്ക്രീൻ ഗാർഡും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഡിസ്പ്ലേ ഇൻടാക്റ്റ് ആണ്, കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ ബെസൽസ് ഒക്കെ വളരെ മിനിമൽ ആയതുകൊണ്ടും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡിസ്പ്ലേ തരുന്നത്. എന്നാൽ ഇതിലെ മിസ്സിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഡോൾബി വിഷനോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഈ പ്രൈസ് സെഗ്മെന്റിൽ കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം. അഗെയിൻ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയാം. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നത്തിങ് OS ആണ് വരുന്നത്. നത്തിങ് OS നമുക്കറിയാം ഒരുപാട് അപ്ഡേറ്റ്സ് വന്ന് ഇമ്പ്രൂവ് ആയ ഒരു OS ആണ്. ഇവിടെ നമുക്ക് നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നല്ല എന്താ പറയുക സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുത്താൽ പോലും അതും സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആണ്.
പിന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞു വെച്ചാൽ അത്യാവശ്യം ബേസിക് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഐക്കൺ പാക്സ്, ലേ ഔട്ട്സ്, കളേഴ്സ്, നമ്മുടെ എന്താ പറയുക സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വരുന്ന ഏറെക്കുറെ ആ ഓപ്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഗ്ലിഫ് ഇൻ്റർഫേസ്, അതായത് ബാക്കിൽ ഗ്ലിഫ് ഇൻ്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് ഏത് റിംഗ് ടോൺ എങ്ങനത്തെ വേണം എന്നൊക്കെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ലൈറ്റ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ നത്തിങ് ഫോൺ 2ലും 1ലും വന്ന പോലെ തന്നെ അത്യാവശ്യം കസ്റ്റമൈസേഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു ബ്രാൻഡാണ്. കാരണം എന്താ വെച്ചാൽ വളരെ പ്രോംപ്റ്റ് ആയിട്ട് അപ്ഡേറ്റ്സ് വരുന്ന ഒരു ബ്രാൻഡും കൂടെയുണ്ട്. OS എനിക്ക് തോന്നുന്നു നല്ല ഒരു റേറ്റിംഗ് കൊടുക്കാം. ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നല്ല എക്സ്പീരിയൻസ്. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല, അതൊന്നും തന്നെ ഇല്ല. അപ്പോൾ നല്ല ക്ലീൻ UI, നല്ല അപ്ഡേറ്റ് സൈക്കിളും ഉണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയറിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തരുന്നത്. ഇനി അടുത്തത് പെർഫോമൻസിലേക്ക് പോകാം. പെർഫോമൻസ് ഡിമെൻസിറ്റി 7200 Pro ചിപ്പാണ്, 4 നാനോമീറ്റർ ചിപ്പാണ്. ഈ ഡിമെൻസിറ്റി 7200 Pro എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഡിമെൻസിറ്റി 7200 എന്ന് തന്നെ പറഞ്ഞാൽ മതി ആക്ച്വലി. എന്നാൽ പ്രോവും അൾട്ര എന്നൊക്കെ പറഞ്ഞ പുതിയ ജാർഗൺസ് ഇറക്കുക എന്നല്ലാണ്ട് ഇതിൽ വലിയ കാര്യമായ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അതിനൊപ്പം തന്നെ UFS 2.2 സ്റ്റോറേജ് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മ എന്ന് പറയുന്നത്. LPDDR4X റാമും UFS 2.2 ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡെഫിനറ്റ്ലി നോട്ട് ആക്സെപ്റ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് ഒരു എന്താ പറയുക UFS 3.1 ഡെഫിനറ്റ്ലി കൊടുക്കാമായിരുന്നു. OnePlus Nord CE4 ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏറെക്കുറെ ഈ പ്രൈസ് സെഗ്മെന്റിലാണെങ്കിലും UFS 3.1 ഉണ്ട്. അപ്പോൾ റെഗുലർ യൂസേജിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്, ലാഗ് ഫ്രീ എക്സ്പീരിയൻസ്. കാരണം ക്ലീൻ ആൻഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ വളരെ എന്താ പറയുക സ്മൂത്ത് എക്സ്പീരിയൻസ്, അതിലൊന്നും ഞാൻ പ്രോബ്ലം ഒന്നും കണ്ടില്ല. പിന്നെ ഡിമെൻസിറ്റി 7200 അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസും തരുന്ന ചിപ്പാണ്. എന്നാൽ ഭയങ്കര ഒരു വാവ് ഗെയിമിംഗ് ഒന്നും കളിക്കാൻ പറ്റിയ, എന്നാൽ ഗെയിം കളിക്കാം കേട്ടോ, ഗെയിം കളിക്കാൻ പറ്റില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഹൈ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സറൊന്നുമല്ല. ഗെയിമിംഗ് ഒക്കെ വേണമെങ്കിൽ പോക്കോ X3 Pro എടുക്കണം ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. 24,000 റുപ്പീസിന് ഡിമെൻസിറ്റി 8300 തരുന്ന ആ ഒരു പ്രോസസ്സറുള്ള ഡിവൈസ് ഒക്കെ എടുക്കണം. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എബോ ആവറേജ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ബാൻഡ് 5G സപ്പോർട്ട് ഉണ്ട്, NFC ഉണ്ട്, അതിനൊപ്പം തന്നെ വൈഫൈ, ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ ഉണ്ട്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെ എനിക്ക് വലിയ പരാതികളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസ് ആണ് എക്സ്പെക്ട് ചെയ്തത്. ഇനി ക്യാമറയിലോട്ട് പോകാം. ഒരു ഡ്യുവൽ 50 MP ക്യാമറയാണ്, പ്രൈമറി ക്യാമറ, അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ സെൽഫി ക്യാമറയാണ്. വീണ്ടും തന്നെ ഒരു 50 MP ക്യാമറയാണ്. 4K റെക്കോർഡിംഗ് ഉണ്ട്, 4K 30 FPS ആണ് സപ്പോർട്ടഡ്, OIS സപ്പോർട്ടും ഉണ്ട്. ഇനി ക്യാമറ സാമ്പിൾസിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു ക്യാമറ സാമ്പിൾസ് പറയുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പ്രൈസ് സെഗ്മെന്റിൽ ഇതിലും ബെറ്റർ ആയ ഫോൺസ് പ്രോബ്ലി OnePlus Nord CE4 ക്യാമറ ഇതിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഓവറോൾ തോന്നിയത്. അപ്പോൾ ക്യാമറ മോശമൊന്നും പറയുന്നില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം അപ്ഡേറ്റ്സ് വന്ന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. എന്നാൽ പോലും ക്ലാസ് ലീഡിങ് പെർഫോമൻസും ഡെഫിനറ്റ്ലി പറയാൻ പറ്റില്ല. ഒരു എബോ ആവറേജ് ക്വാളിറ്റി നോക്കില്ല. അപ്പോൾ ക്യാമറയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ പ്രോബ്ലി ഈ ഡിവൈസ് എനിക്ക് അത്ര റെക്കമെൻഡബിൾ ഡിവൈസ് അല്ല. കുഴപ്പമില്ലാത്ത ക്യാമറാസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ മികച്ച ക്യാമറ വേണമെങ്കിൽ പ്രോബ്ലി OnePlus Nord CE4 നല്ലതാണ്, ഇതിലും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ. ഈവൻ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. 4K 30 FPS സപ്പോർട്ടഡ് ആണ്. സെൽഫീസും അത്യാവശ്യം ഡീസൻറ്റ് എക്സ്പീരിയൻസ്. ലോ ലൈറ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു എന്താ പറയുക ആവറേജ് പെർഫോമൻസ് മാത്രമേ എനിക്ക് ക്യാമറയിൽ കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി ബാറ്ററി ലൈഫ് 5000 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്. പക്ഷേ ചാർജർ ബോക്സിനകത്തില്ല. നമുക്കറിയില്ല നത്തിങ് ഫോൺ 2ലും 1ലും ഒന്നും തന്നെ ചാർജർ ഉണ്ടായില്ല. അപ്പോൾ 45 വാട്ട് ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം. അഗെയിൻ 45 വാട്ട് ഈ പ്രൈസ് സെഗ്മെന്റിൽ പ്രോബ്ലി അഗെയിൻ സ്ലോ ആണെന്ന് വേണമെങ്കിൽ പറയാം. 100 വാട്ടൊക്കെ OnePlus Nord CE4 ഉണ്ട്, അതേപോലെ 67 വാട്ട് ഉണ്ട് പോക്കോൻ്റെ. അങ്ങനെ പല ഡിവൈസിലും ഇതിന് ഫാസ്റ്റ് ചാർജിങ് സ്പീഡ് ഉണ്ട്. അപ്പോൾ അഗെയിൻ ചാർജറും ഇല്ല, ചാർജിങ് സ്പീഡും കുറവാണ്. അപ്പോൾ അഗെയിൻ അതൊരു പോരായ്മയായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ബാറ്ററി ലൈഫ് നല്ലതാണ്. എനിക്ക് ഓവർ പീരീഡ് ഓഫ് ടൈം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ വന്നിട്ട് നല്ല ബാറ്ററി ലൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും എനിക്ക് പ്രോബ്ലം ഇല്ല. എന്നാൽ ബാറ്ററിയിൽ ചാർജിങ് സ്പീഡും കുറവാണ്, ചാർജറും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്ട് എന്ന് പറയാവുന്നത്. അപ്പോൾ ഇതായിരുന്നു നത്തിങ് ഫോൺ 2A ഒരു ഡീറ്റെയിൽ റിവ്യൂ, ലോങ് ടേം റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓവറോൾ പറയുക നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. ഈ ഇത്രയും ദിവസം യൂസ് ചെയ്തിട്ട് സ്ക്രാച്ചസ് ഒന്നും പറ്റില്ല. നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റിയാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം അപ്ഡേറ്റ്സ് വന്ന് സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ക്യാമറാസ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്. എന്നാൽ ഇതൊരു നല്ല പാക്കേജ് ആണോ ചോദിച്ചാൽ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. പ്രത്യേകിച്ച് ക്യാമറാസ് അത്ര നല്ലതല്ല. UFS 2.2 സ്റ്റോറേജേ ഉള്ളൂ. അതിനൊപ്പം തന്നെ ചാർജർ ഇല്ല, ചാർജിങ് സ്പീഡും കുറവാണ്. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു പോരായ്മകൾ തോന്നുന്നത്. അപ്പോൾ ഇത് വാങ്ങണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഡെഫിനറ്റ്ലി നത്തിങ്ങിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ആ LED ലൈറ്റ്സും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 2A ഡെഫിനറ്റ്ലി വർത്തി പാക്കേജ് ആണ്. എന്നാൽ 25,000 റുപ്പീസിനാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ ഇത് എടുക്കണമെന്ന് വെച്ചാൽ പ്രോബ്ലി ഞാൻ പറയാം OnePlus Nord CE 4 എടുക്കുകയായിരിക്കും. കാരണം അത് കുറച്ചും കൂടെ ഓവറോൾ നല്ല പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 5500 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, ബെറ്റർ ക്യാമറാസ്, കുറച്ചും കൂടെ ബെറ്റർ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എനിക്ക് തോന്നി. എന്നാൽ ഡിസൈന് അത് കുഴപ്പമില്ലാത്തൊരു ഡിസൈൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡിസൈൻ പ്രോബ്ലം ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്നാൽ ഓവറോൾ പാക്കേജ് എന്ന് നൽകി എനിക്ക് തോന്നുന്നു OnePlus Nord CE 4 ആയിരിക്കും ഇതിലും കുറച്ചും കൂടെ ബെറ്റർ ആയ പാക്കേജ്. അതൊക്കെ പറഞ്ഞാലും ഇത് മോശമായ ഒരു ഫോണാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എന്നാൽ ഓൾറൗണ്ട് പാക്കേജ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് നത്തിങ് ഫോൺ 2A. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ ഈ ഫോൺ യൂസർ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹാവ് എ ഗ്രേറ്റ് ഡേ.